റാം നാരായൺ റാം. പ്രതിയൊരു സ്കൂളിലും ധ്യാനം നിർബന്ധമാക്കണമെന്ന് സർക്കാർ തീരുമാനിക്കണം. ധ്യാനത്തിലൂടെ ഒരു മനുഷ്യന് ധനലാഭവും ലഭിക്കും. യുവത്വം അതിൻ്റെ ഗുണഫലങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ധ്യാനം എന്തുകൊണ്ട് ഉപകാരപ്രദമാണെന്ന് മനസ്സിലാക്കിക്കൊടുക്കുകയും വേണം. മനുഷ്യൻ പലപ്പോഴും തന്നെ ബലഹീനനും നിർവികാരനും ആകെയായി തോന്നുന്നു. ജീവിതത്തിൽ പലപ്പോഴും സാഹചര്യം നമ്മെ എതിർത്തു നിൽക്കുന്നു. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനാകാറില്ല. നമ്മുടെ വിവേകത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയാറില്ല. അത്തരത്തിൽ ഒരാൾ നിരാശയിലായും തളർച്ചയിലായും എത്തും. ഇതുപോലെയുള്ള സമയങ്ങളിൽ ധ്യാനം ഒരുപാട് ഉപകാരപ്പെടും. ധ്യാനത്തിലൂടെ നാം നമ്മുടെ മനസ്സിനും വിവേകത്തിനും ആത്മാവിനും ശക്തി പകരുന്നു. അവയെ നിയന്ത്രണത്തിലാക്കാൻ നമുക്ക് കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ധ്യാനം അനിവാര്യമായി ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ മനസ്സും വിവേകവും നിയന്ത്രണത്തിലായാൽ സൃഷ്ടി നിങ്ങളുടെ മുഖേന നല്ല കർമ്മങ്ങൾ മാത്രം നടത്തിക്കും. അത് നിങ്ങളുടെ ജീവിതധർമ്മമായി മാറും. ധ്യാനം ശബ്ദശക്തിയാണ്. അത് നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന 50,000 കോടി ആത്മാക്കൾക്ക് ഊർജം പകരുന്നു. അതിലൂടെ ശരീരത്തിന് ശക്തിയും ജീവിതവും ആലോചനയും ബോധവും ലഭിക്കുന്നു. ഈ ശബ്ദശക്തി എവിടുന്നാണ് വരുന്നത് എന്നറിയാൻ പലർക്കും താൽപ്പര്യമുണ്ടാകും. അതിൻ്റെ ഉത്ഭവം പ്രകൃതിയാണ്. അതുകൊണ്ടുതന്നെ പ്രകൃതിയും സൃഷ്ടിയും ആകാശവും ബ്രഹ്മാണ്ഡവും എല്ലാം അതെല്ലാം തന്നെ ആകുന്നു. ഇവയാണ് നമ്മെ ജീവിപ്പിക്കുകയും നമ്മിൽ പ്രവർത്തനം നടത്തിക്കുകയും ചെയ്യുന്നത്. ധ്യാനമുദ്രയിലേക്ക് നീങ്ങുമ്പോൾ വെറും ഒരിടത്ത് സമാധാനത്തോടെ ഇരുന്ന് റാം നാരായൺ റാം എന്ന നാമം ജപിച്ച് മനസ്സിൻ്റെ മുഴുവൻ ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിക്കണം. ഈ നാമത്തിൻ്റെ ഏറ്റവും മികച്ച സവിശേഷത എന്തെന്നാൽ ആദ്യം ജപം ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നത് ആവശ്യമാണ്. എന്നാൽ കുറച്ചുകാലം കഴിഞ്ഞാൽ അത് നമ്മുടെ ശ്വാസങ്ങളുമായി ചേർന്ന് പോകുന്നു. റാം നാരായൺ റാം എന്ന ശബ്ദം നമ്മുടെ ഉള്ളിലെ വിവേകവും ചൈതന്യവുമാണ്. ഈ ശബ്ദം എല്ലാവർക്കും വേണ്ടിയുള്ളതും എല്ലായിടത്തും ഉള്ളതുമായ ശബ്ദമാണ്. അത് ഞങ്ങളോട് സംസാരിക്കുന്നു. നമ്മൾ വിളിക്കുമ്പോൾ ആ ശബ്ദം പ്രതികരിക്കുന്നു. അത് കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, നമ്മുടെ അടുത്തേക്ക് എത്തുന്നു. നമ്മുടെയുള്ള എല്ലാ പ്രവൃത്തികളും പൂർണ്ണതയിലേക്കെത്തിക്കുന്നതും അതാണ്. മനുഷ്യരെന്താണ് ചെയ്യുന്നത്? ആലോചിക്കുന്നു, നിർണയങ്ങൾ എടുക്കുന്നു, സിദ്ധാന്തങ്ങൾ സ്വീകരിക്കുന്നു. പക്ഷേ ആ കർമ്മം ചെയ്യിക്കുന്നത് റാം നാരായൺ റാം നാമമനുസൃതമായാണ്. നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും ചിന്തകൾക്കും വേരായിരിക്കുന്നതും റാം നാരായൺ റാം തന്നെയാണ്. അത് ഓരോ കണത്തിൻ്റെയും ഓരോ ഇടത്തിൻ്റെയും ഭാഗമാണ്. ഈ രാമനേക്കാൾ പുറത്തുള്ള ഒന്നുമില്ല. ലോകത്ത് ഒരേയൊരു മതം മാത്രമുണ്ടാകണം, അതായത് ജീവമതം. ഭൂമിയിലെ മതങ്ങൾ എല്ലാം മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. അവ സത്യമല്ല. പ്രകൃതിയുടെ നിയമങ്ങളെ നാം പിന്തുടരേണ്ടത്. അതാണ് സത്യവും ആകത്തായതും. ഇന്ന് നാം എല്ലാം വഴിതെറ്റിയവർ ആണ്. നാം എവിടെ നിന്നാണ് വന്നത്? എവിടേക്ക് പോകണം? ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ലക്ഷ്യം? ഇവയെല്ലാം മറക്കപ്പെട്ടു. ഇന്ന് നമുക്ക് സ്വയം നമ്മളിൽ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നും നമുക്ക് വ്യക്തമായില്ല. അതുകൊണ്ടുതന്നെ എല്ലാം പാഴ് ചിന്തകളിൽ നിന്ന് മാറി നിങ്ങളുടെ വിവേകത്തിൻ്റെ ശബ്ദം കേട്ട് ധ്യാനത്തിലാകൂ. നമ്മുടെ മഹാഗുരു ദത്തച്ച മഹാബീജമന്ത്രം റാം നാരായൺ റാം എല്ലാ കൊണ്ടും ജീവൻ പകരുന്ന ഒരു ശബ്ദമാണ്. ഈ ബീജമന്ത്രം ആവർത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ വിവേകബോധം ഉണരുന്നു. ഈ ബീജമന്ത്രം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗമാക്കി മാറ്റൂ. അത്ഭുതങ്ങൾ നിങ്ങൾ അനുഭവിക്കും. നിങ്ങളുടെ മനസ്സിനെ ഉണർത്തൂ, ഊർജം നേടൂ.
റാം നാരായൺ റാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. വെറും സ്മരണയിൽ തുടരൂ. റാം നാരായൺ റാം.